ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വ്ളോഗ് എടുക്കുന്നത്. സാധാരണ ഞാൻ വീഡിയോ എടുത്തിട്ട് വോയിസ് പിന്നീട് റെക്കോർഡ് ചെയ്ത് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇന്നിങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് കുറച്ചെങ്കിലും ശരിയായാലേ ഞാൻ ഇടത്തുള്ളൂ. ഇന്ന് എനിക്ക് എക്സാം ഉണ്ട്, അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും വ്ളോഗിൽ. ഇന്നലെ തൊട്ട് എക്സാം തുടങ്ങി, ഇന്നലെ തന്നെ പീരിയഡ്സും ആയി. ഇന്നലെ ഇവിടെ വന്നതിന് ശേഷം എനിക്കൊട്ടും പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല. നല്ല വേദനയായിരുന്നു. അപ്പോൾ ഇന്നത്തെ എക്സാം എന്താവുമെന്ന് എനിക്കൊരു പിടിയില്ല. ഇന്നലെ ഞാനൊരു വ്ളോഗ് എടുത്തതായിരുന്നു, പക്ഷേ ഉച്ചയ്ക്ക് ശേഷം ഞാൻ വ്ളോഗ് എടുക്കാൻ മറന്നു. ഇപ്പോൾ സമയം 6 മണിയായി. ഇനി ഒരുങ്ങിയിട്ട് കോളേജിൽ പോകണം. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അപ്പോൾ കാണിക്കാം. ചേട്ടാ, അങ്ങനെ ഒരുവിധം കോളേജിലെത്തി. ഇനി കുറച്ച് നേരം ഇരുന്ന് പഠിക്കണം. ഇന്നലെ ഒന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ കോളേജിൻ്റെ സൈഡിൽ റൂസ എന്ന് പറയുന്നൊരു ബിൽഡിങ്ങിൻ്റെ അടുത്താണ്. അവിടെ റൂസയുടെ ബാക്കിലാണ് ഞാനിരുന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇപ്പം ഞാൻ നിൽക്കുന്നത് പുഞ്ചിരിമുക്കിലാണ്. എല്ലാവരും പുഞ്ചിരിമുക്കെന്ന് പറയും, ഞങ്ങൾ മഞ്ചാടി മുക്കെന്ന് പറയും. അപ്പം ഇവിടെ ഞാൻ കാണിച്ചു തരാം. നിറയെ മരങ്ങളൊക്കെ ഉണ്ട്. ടെക്നിക്കലി ഇതൊരു ഗാർഡനാണ്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് റൂസ ബിൽഡിംഗ്. അതിൻ്റെ പിറകിൽ ആ സൈഡിൽ അപ്പുറത്തായിട്ടാണ് ഞാനിരുന്ന് പഠിക്കാൻ പോകുന്നത്. കാരണം ഈ ഗാർഡനിൽ എപ്പോഴും ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഫുൾ ആളാവും. റൂസ ബിൽഡിങ്ങിൻ്റെ സൈഡിലാണെങ്കിൽ അധികം ആൾ കാണത്തില്ല. അപ്പോൾ അവിടെ ഇരുന്ന് പഠിക്കാമെന്ന് വെച്ച്. കോളേജിൻ്റെ ഗാർഡൻ സൈഡ് ഭയങ്കര പ്രകൃതി രമണീയമാണ്. എനിക്ക് അവിടെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ ആൾക്കാർ വരും, അതുകൊണ്ട് അവിടെ ഇരുന്നാൽ ശരിയാകത്തില്ല. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇരുന്ന് പഠിക്കാനാണ്. ഇവിടെ ക്ലാസ്സുകളാണ്, പക്ഷേ ഇപ്പോഴൊന്നും ആൾ വരത്തില്ല. ഇപ്പോൾ സമയം ഏകദേശം 8:30 പോലും ആയില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സ് കാണിച്ചു. ഇനി കുറച്ച് നേരം ഇരുന്ന് പഠിക്കണം. പഠിച്ചിട്ട് എക്സാമും കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഗാർഡനിലോട്ട് വന്നേക്കുവാണ്. ഇവിടെ ഇലഞ്ഞിയല്ലല്ലോ, ഇതെന്തോന്ന്, ഞാവൽപ്പഴം പറിക്കാൻ വേണ്ടിയാണ് വന്നത്. പക്ഷേ പ്ലാൻ ഫ്ലോപ്പായി. പിന്നെ ഇവിടെ ഇരുന്ന് മറ്റേ പ്രകൃതി രമണീനെയൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ മാത്രം പ്രകൃതി രമണീനെ ആസ്വദിക്കുന്നു, ഇവരൊക്കെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. അഴുക്കപ്പിള്ളേർ. അപ്പോൾ ഞാൻ വീട്ടിലെത്തി. വന്ന ഉടനെ ഒരു ചെറിയൊരു കട്ടനിട്ട്, കൂടെ ഓറിയോയും കൂടെ ഉണ്ട്. ഇനി ഈ സാധനങ്ങൾ കഴിച്ച് വെച്ചിട്ട് സമാധാനമായിട്ടിരുന്നൊരു കട്ടൻ കുടിക്കണം. എന്നിട്ട് ഇങ്ങനെ റെസ്റ്റ് എടുക്കണം. അത് തന്നെയാണ് ഇനി പരിപാടി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.